ഈ വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ളത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം ശൈലിയായി മാറിയിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞത് ട്രംപ് ഒരു നുണയനാണോ അല്ലയോ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണം. അതിന് മോദി വളരെ നല്ല മനോഹരമായ ഭാഷയിൽ മറുപടി കൊടുത്തു. എന്ത് ഇന്നലെ മറുപടിയാണ്? ഒരു ലോക നേതാവും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇടപെട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഉം. കല്ലും നെല്ലും തിരിഞ്ഞു. ഉം. എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന് നമ്മുടെ പാർലമെന്റ് ഇന്നലെ അതിന് വേദിയായി. എന്താണ് സാർ, മോദി പിന്നീട് എന്തൊക്കെ പറഞ്ഞു? രാഹുൽ ഗാന്ധി പുലി പോലെ വന്നത് എലി പോലെ ചുരുണ്ട് ഓടുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. എന്ത് തോന്നുന്നു? ആദ്യം പറഞ്ഞ പഴഞ്ചൊല്ലൊന്ന് തിരുത്തേണ്ടി വരും. പഴഞ്ചൊല്ലിൽ പതിരില്ലെങ്കിലും ഇതിരിത്തിരി പതിരുണ്ട്. ഇപ്പോൾ മോദിയെക്കുറിയുടെ ഒരു പശ്ചാത്തലത്തിൽ പറയുമ്പോൾ വടി കൊടുത്ത് ഇവിടെ അടി വാങ്ങിക്കുകയല്ല, വെടി വാങ്ങിക്കുകയാണ് ചെയ്തത്. നിഷ്പ്രഭനായി, നിഷ്പന്ദനായി, നിർജീവനായി എന്ന് പറയുന്ന പോലെ നിർവീര്യനായി. ഇവിടെ ഇതൊക്കെ ഈ നാടകങ്ങളൊക്കെ കോൺഗ്രസും അതിൻ്റെ സഹകക്ഷികളും കൂടി ചേർന്ന് ചെയ്തത് മറ്റൊന്നിനുമായിരുന്നില്ല, ഇന്ത്യൻ സൈന്യത്തിൻ്റെ വീര്യം തകർക്കാനായിരുന്നു. മോദിയുടെ ആ വാഗ്ധോരണി കൊണ്ട് ഷിക്കാഗോയിൽ എങ്ങനെ മത പാർലമെൻറ്റിൽ വന്നവർ ഇന്ത്യയിലെ ഹിന്ദുമതം എന്ന് പറയുന്ന ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള പാമ്പാട്ടികളുടെയും അന്ധവിശ്വാസങ്ങളുടെയും മതമാണെന്ന് വിചാരിച്ചുവോ, തൻ്റെ 5 മിനിറ്റ് മാത്രം നിന്ന ഉജ്ജ്വല പ്രഭാഷണം കൊണ്ട് അത് തിരുത്തിയതുപോലെ പാർലമെൻറ്റിൽ ഇന്നലെ 1 മണിക്കൂറോളം നീണ്ട പ്രസംഗം കൊണ്ട് വസ്തുതകൾ അടുക്കി നിരത്തി അളന്നു കുറിച്ചു പറഞ്ഞ വാക്കുകൾ കൊണ്ട് വാസ്തവത്തിൽ അദ്ദേഹം മറ്റൊരു ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു നടത്തിയത്. ഇന്ത്യക്കകത്തൊരു പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ. ഇന്ത്യക്കകത്തൊരു ചൈനയും പ്രവർത്തിക്കുന്നുണ്ട്. ആ 2 സഖ്യങ്ങളെയും തകർത്ത് ചാമ്പലാക്കി വെണ്ണീറാക്കി മാറ്റി. അത്ര ഉജ്ജ്വലമായ ഒരു മറുപടിയും ഒരു മറു ചോദ്യവും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളൊരു മൈതാനത്തെ ഒരു ഗുസ്തിയിൽ മലർത്തി അടിച്ചിട്ട് ആ ആളിനെ പിടിച്ച് ഗ്രൗണ്ടിന് പുറത്തേക്ക് എറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ വീണിടത്ത് നിന്നുകൊണ്ട് കിടന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്, ട്രംപ് കള്ളനാണെന്ന് പറയാമെന്ന്. എന്നാൽ ഇയാൾക്കങ്ങ് പറഞ്ഞാൽ പോരെ? ഇയാൾ എന്തൊരു വിഡ്ഢി കൂഷ്മാണ്ഡമാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെ? എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത്? അവിടെ കടന്ന് പാർലമെൻറ്റിൽ എന്ന് പറയുന്ന പ്രിവിലേജുള്ള മെമ്പർമാരുള്ള ഹൗസാണ്. അവിടെ പറയുന്നതെല്ലാം പരമസത്യമേ പറയും. സത്യം പറഞ്ഞില്ലെങ്കിൽ എല്ലാം രേഖപ്പെടുത്തുകയും പാർലമെൻറ്റിന് രാജിവെക്കേണ്ടി വരും പ്രധാനമന്ത്രിക്ക്. അത്ര ഉത്തരവാദിത്തോടു കൂടി സഭാരേഖകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പറഞ്ഞത്. മോദി മറുപടി പറയണം, മോദി മറുപടി പറയണമെന്ന് ഇത്രയും നാളും പറഞ്ഞു നടന്നത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിന് പറയാൻ ഇനി ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ വായടപ്പിക്കുന്നത് മാത്രമല്ല പ്രശാന്ത്, മറ്റ് ദൈവാധീനം എന്ന് പറഞ്ഞ് നമ്മുടെ നാടൻ ഭാഷയിലൊരു വാക്കുണ്ട്, ദൈവാധീനം. ആ ദൈവാധീനം കൂടി മോദിക്ക് സംഭവിച്ചു. അദ്ദേഹം ബ്രിട്ടൻ, അതുപോലെ തന്നെ മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും പ്രതിപക്ഷത്തിൻ്റെ നിരന്തരമായ ഒരു കളിയാക്കലിന്, ഇന്ത്യൻ സൈനികരോട് 140 കോടി ജനങ്ങളോടുമുള്ള പരിഹാസമാണെന്ന് ഓർക്കണം. ആ പരിഹാസത്തിന് സൈന്യം തന്നെ വെടിയുണ്ട കൊണ്ട് മറുപടി പറഞ്ഞു. 3 ഭീകരന്മാരെയാണ് കൊന്നത്. ആദ്യം കൺഫേം ചെയ്തിട്ടില്ല, കൺഫേം ചെയ്ത് അമിത്ഷാ തന്നെ പറഞ്ഞു, മോദി അല്ലത് പറഞ്ഞത്. ആ 3 ഭീകരന്മാരെ നിലം പരിശാക്കിക്കൊണ്ട് ഇന്ത്യയുടെ അഭിമാനം ഹിമാലയ പർവ്വതത്തോളം ഓപ്പറേഷൻ മഹാദേവിയിലൂടെ നടത്തുകയും ചെയ്തു. ഇതിൽ കൂടുതലൊരു വിജയം ഓപ്പറേഷൻ സിന്ദൂറിനുണ്ടാവാൻ എന്താണ്? അതിൻ്റെ പാരമ്യം. അതിനെക്കുറിച്ച് പോലും കോൺഗ്രസിന്റെ ആക്ഷേപം അതൊരു നാടകമാണെന്നാണ്, ഇറ്റ്സ് എ ഡ്രാമ എന്നാണ് പറയുന്നത് പ്രമുഖ നേതാക്കൾ. നാണമില്ലാത്തവന് നാവടങ്ങുകയില്ലല്ലോ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയിണ്ട കാര്യമില്ല. മരിച്ചു കിടക്കുന്ന പ്രേതങ്ങൾ പറയുന്നത് പോലെ, ചത്ത കുതിരകൾ പറയുന്ന പോലുള്ള പുലമ്പലുകളും ജൽപ്പനങ്ങളും ആയിട്ട് മാത്രമേ അത് പറഞ്ഞു. അവർ കാര്യം കൂടി പറഞ്ഞു മോദി, ശ്രദ്ധിച്ചോ? പാകിസ്ഥാൻ്റെ പ്രതിരോധ കേന്ദ്രങ്ങളും ഒളിത്താവളങ്ങളും ഭീകര ക്യാമ്പുകളും ഇപ്പോൾ ICUവിൽ കിടക്കുകയാണ്. ICUവിൽ ചികിത്സയിലാണ്. കുറച്ച് നാളത്തേക്ക് ഇനി ഒരു ആക്രമണം ഉണ്ടാവില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ അപ്പോഴും തീരില്ല. ഇനി ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കൂടെ അവിടെ നടത്തും. ഇതിൻ്റെ ബാക്കിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് POK.
POKയുടെ റെഫറൻസ് വന്നു. അല്ല, അതും ചോദിച്ചു. ഉം. എന്താണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കാത്തത്? അതിന് പ്രധാനമന്ത്രി മനോഹരമായൊരു മറുപടി പറഞ്ഞു. അതിന്റെ ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്. അതെ, അതായത് അതിന്റെ ഉത്തരം പറയേണ്ടത് എന്ന് മാത്രമല്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഉം. നിങ്ങൾക്കിത് എന്നോടേ ചോദിക്കാൻ പറ്റുള്ളൂ, ആ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരോട് ഇത് ചോദിക്കാൻ പറ്റില്ല, കാരണം അവർക്കിത് പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ആ പക്ഷെ എനിക്കിത് പറ്റുമെന്ന് നിങ്ങൾ അംഗീകരിച്ചല്ലോ, അത് ഞാൻ എന്തായാലും നന്ദിയുള്ളവനാണ്. സ്വന്തം വളരെ സുന്ദരം മറുപടി. സുന്ദരമായി. അല്ല, വാസ്തവത്തിൽ നമ്മളിത് കുറച്ചുകൂടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സ്വന്തം തന്തയെയും അമ്മുമ്മയെയും ആ അമ്മുമ്മയുടെ അച്ഛനെയും എല്ലാം കൂടി കുറ്റപ്പെടുത്തുകയാണ് ഓരോ ചോദ്യത്തിലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ചോദ്യത്തിലും അത് അവരുടെ പിന്നെ ആത്മാക്കളോടുള്ള ചോദ്യമാണ്, പിതൃക്കളോടുള്ള എങ്ങനെ ചോദ്യമാണ്. POK ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് രാഹുലിന് ഉത്തരമില്ല. POK തിരിച്ചു പിടിക്കണം, POK തിരിച്ചു പിടിക്കണം. POK എന്ത് സാധനമാണെന്നുള്ളത് ഇയാൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞു. ഇപ്പം ട്രംപിൻ്റെ കാര്യം പറഞ്ഞ പോലെ ട്രംപിന് യൂറോപ്യൻ ജിയോ പൊളിറ്റിക്സിനെ പറ്റി യാതൊരു വിവരമില്ലാത്തതുകൊണ്ടാണ് ഉക്രൈൻ റഷ്യ യുദ്ധം തീരാത്തതെന്ന്. ഇപ്പം ഞാൻ പറയുന്നതല്ല, ഇത് വിവരമുള്ള ദി ഇക്കണോമിസ്റ്റിലെ കോളമിസ്റ്റ് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഒരു തിയേറ്റർ ഓഫ് വാറായിട്ട് യൂറോപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്, യൂറോപ്പും കൂടി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ കാര്യങ്ങളെക്കുറിച്ച് പിടിപാടില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് രക്ഷപ്പെടാത്തത്. കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വകതിരിവില്ല. അതിന് കൂട്ടായിട്ട് ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്നത് പോലെ ഒരു മല്ലികാർജ്ജുൻ ഖാർഗെയുണ്ട്, പിന്നെ KC വേണുഗോപാലുമുണ്ട്. തീർന്നു, കോൺഗ്രസ് തീർന്നു. അല്ല, ഇന്നലെ കോൺഗ്രസിന്റെ വെടി തീർന്നു. പ്രശാന്ത് ആങ്ങളെയും പെങ്ങളും കൂടി വലിയ സന്നാഹങ്ങളുമായിട്ടാണ് ഇന്നലെ വന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ നനഞ്ഞ പടക്കമായി പോയി എന്നുള്ളതാണ് ഒരു സ്പെസിഫിക് ഞാൻ പറയാം. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ചോദ്യം ഇതായിരുന്നു, ഇന്റലിജൻസ് ഫെയില്യുവറിന് ഉത്തരവാദി മോദിയല്ലേ എന്ന്. എനിക്ക് ഈ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചൊരു മതിപ്പാണ് ഉണ്ടായിരുന്നത്. രാഹുലിനേക്കാളും ഭേദപ്പെട്ട ബുദ്ധിമതിയായ സുന്ദരിയുമായിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുമ്പോൾ പാർലമെന്റിലെ ശരിക്കും നക്ഷത്ര ശോഭ തന്നെ അവർക്കുണ്ട്. ഏറ്റവും തിളങ്ങുന്ന താരം തന്നെയാണ്, അവരുടെ വേഷം കൊണ്ടും എല്ലാം കൊണ്ടും. അനുഭവം നേരെ തിരിച്ചാണ്. പക്ഷേ തുറന്നാ പോയി മണ്ടത്തരമേ അവരും പറയുള്ളൂ എന്നുള്ള തലയ്ക്കകത്ത് ആളുതാമസമില്ലെന്നുള്ളത് ഇന്നലെ ബോധ്യമായി. ചോദിക്കുന്നത് ഇന്റലിജൻസ് ഫെയില്യുവറിന് മോദിയല്ലേ ഉത്തരവാദി? ഒരു പത്രമൊന്നും വായിക്കാറില്ലേ? അല്ലെങ്കിൽ നെറ്റ് സർഫ് ചെയ്യാറില്ലേ? ഇത് നേരത്തെ തന്നെ വാർത്തകളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. കഷ്ടം തോന്നിപ്പോയി ആ ചോദ്യം കേട്ടിട്ട്. ഒരു ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? അവർ ചോദിക്കുന്നത് എന്താ? ഈ ഇന്റലിജൻസ് ഫെയില്യുവറിന് നിങ്ങളല്ലേ ഉത്തരവാദി? ഇവർക്ക് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു കണ്ടംപററി പൊളിറ്റിക്സിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. കാരണം അവരുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭാഗമായിരുന്ന, എനിക്കറിയില്ല ഇപ്പോൾ എവിടെയാണ്, ഒമർ അബ്ദുള്ള തന്നെ സമ്മതിച്ചതാണ്, ഇതിന് ഉത്തരവാദി കേന്ദ്രമല്ല ഞാനാണ്. കേന്ദ്രത്തിനെ അറിയിക്കാതെ അമിതമായ ആത്മവിശ്വാസത്തോടു കൂടി പഹൽഗാമിലേക്ക് ബൈസരൻ വാലി തുറന്നു കൊടുത്തു. ബൈസരൻ വാലി തുറന്നു കൊടുത്തിരുന്നെങ്കിൽ അപ്പം CRPFനെ അവിടെ വിട്ടേനെ അമിത്ഷാ. അറിഞ്ഞില്ല, പറഞ്ഞില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ധരിച്ചു. ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നിമിഷങ്ങൾക്കകം ഭീകരന്മാരെ അവിടെ വകവരുത്തിയനെയും. ഇത് താഴ്വരയിൽ നിന്ന് ഞാൻ പോയിട്ടുള്ള ടെറൈനാണത്. വളരെ പ്രയാസമാണ്, മണിക്കൂറുകളെടുക്കും അങ്ങോട്ട് പോകാൻ. നടന്നു അല്ലെങ്കിൽ പിന്നെ കഴുത പോലുള്ള കുതിരകൾ രണ്ടിൻ്റെ കൂടെ പിന്നെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഹൈബ്രിഡ് അരട്ടിയുണ്ടല്ലോ. ഈ കോവർ എക്സാക്ട്ലി അത് തന്നെയാണ്. അതിൻ്റെ പുറത്തൊക്കെയാണ് പോകുന്നത്. കാരണം വലിയ കുതിരകളെയും കൊണ്ട് പോകുന്നതും അതിൻ്റെ പുറത്തുനിന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ നടുകുടിഞ്ഞു പോകും. ഒരു റിസ്കി ആണ്. കാരണം ഒരു റിസ്കി പാതയാണ്. അപ്പോൾ അയാൾ തന്നെ സമ്മതിച്ചിട്ടുള്ളത് പറയാതിരുന്നതാണ് ഇതിൻ്റെ കാരണം. അല്ലെങ്കിൽ അവിടെ സൈനിക സാന്നിധ്യം ഉണ്ടായിന്. പിന്നെ ഇൻ്റലിജൻസ് എന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ ദിവസം 3 ഭീകരരെ വധിക്കാൻ വേണ്ടി സഹായം നൽകിയത് ആരെന്നറിയുമോ? അവിടെ ആട് മേയ്ക്കുന്നവരെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കോലാടുകളല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചെമ്മരിയാടുകളെ മേയ്ക്കുന്ന തീരെ പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ആൾക്കാർ. ഈ പട്ടിണിക്ക് ഉത്തരവാദികളാണ്. ഇപ്പോഴാണ് അവരുടെ സ്ഥിതി മെച്ചപ്പെട്ടു വന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് അവർ വിവരങ്ങൾ നൽകി തുടങ്ങി. ഇതുവരെ കൊടുത്തിട്ടില്ല. ഭീകരന്മാർക്കാണ് അവർ വിവരം കൊടുത്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട്? പട്ടിണിയും പരിവട്ടവുമായിരുന്നു. ഇന്ന് അവർ മെച്ചപ്പെട്ടു വരികയാണ്. കാശ്മീരിൽ മോദിയും അതുപോലെ തന്നെ അമിത്ഷായും ചേർന്ന് നടത്തിയ പരിഷ്കരണങ്ങൾ കൊണ്ട്, പരിവർത്തനങ്ങൾ കൊണ്ട്, ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് അവരിന്ന് നേരെ നിൽക്ക് ധൈര്യം കാണിക്കുന്നു. അതുപോലെ തന്നെ തീവ്രവാദികളുടെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നു ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട്. അത് ഷെയറിങ്. ഈ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഇനിയുള്ള നീക്കം എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ കലക്കി വളരെ കൃത്യമായിട്ട് പാർലമെന്റിൽ തേഞ്ഞൊട്ടി കോൺഗ്രസും രാഹുലും. ഇനി എന്തായിരിക്കും അടുത്ത നീക്കം? എന്തെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പണ്ടൊരു രാജാവ്, ഇതിന് ഉദാഹരണം പറഞ്ഞങ്ങ് നിർത്താം സമയം കഴിഞ്ഞുകൊണ്ട്. പണ്ടൊരു മഹാരാജാവ് ഒരു കുരങ്ങനെ വലിയ ഇഷ്ടമായിരുന്നു. കുരങ്ങനെ അദ്ദേഹം കാവൽക്കാരനായിട്ട് നിയമിച്ചു. ആ കാവൽക്കാരൻ ഇങ്ങനെ രാജാവ് ഉറങ്ങുമ്പോൾ വളരെ ജാഗരൂകനായി ഒരു വാളും പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ശത്രുക്കളോ എന്തെങ്കിലും ക്ഷുദ്രജീവികളോ വരുന്നത് ഇങ്ങനെ നോക്കി നിന്ന് വെട്ടാനായിട്ട് രാജാവ് വിശ്വസിച്ച് വാള് ഏൽപ്പിച്ചു.
എന്ന് പറയുന്നത് പോലാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിൻ്റെ അമരം കാക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രസിഡന്റാണെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം അദ്ദേഹമാണല്ലോ, എക്സ് ഒഫീഷ്യോ ആയിട്ട് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവും പിന്നെ കോൺഗ്രസ് സർവവുമാണ്. AICC പ്രസിഡന്റ് പിന്നെ ആരാ? ഇദ്ദേഹം തന്നെയാണ്. ബാക്കിയെല്ലാം ബിനാമികളാണ്. സംശയമൊന്നുമില്ല. ആർക്കാ സംശയം? പ്രശാന്തിന് സംശയമുണ്ടോ? ഇല്ല. ആർക്കും സംശയമോ? കോൺഗ്രസ്സുകാർക്കും ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന രാജാവിൻ്റെ നെഞ്ചത്തൊരു ഈച്ച വന്നിരുന്നു. എന്തെടുത്ത്? വാളെടുത്തൊരൊറ്റ വെട്ട്. അതാണിപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.